ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി മീൻസ് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാലഡ് റെസിപ്പി. സംഭവം ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാലഡ്സ് അല്ലെങ്കിൽ ഓട്സ് ബേസ്ഡ് സാധനങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാതെ. ഭയങ്കര അടിപൊളി ടെക്സ്ചറാണിത്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ക്യുക്കമ്പർ സാലഡാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ക്യുക്കമ്പർ ഉണ്ട്, പിന്നെ അതേപോലെ നമ്മുടെ ചിയാ സീഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയുള്ള ഒരു മിക്സ്. ഇത് ഫ്രൂട്ട്സ് അവൈലബിലിറ്റി അനുസരിച്ച് ഇതൊരു ഫ്രൂട്ട് സാലഡാണ്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാനിത് പറയാം. ഈ ഒരു ഈ പേർപ്പിൾ കളർ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ്. അപ്പോൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ആർക്കും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാഡിക്ക് വേണോ സാലഡ്? അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വാ, കഴിച്ചു നോക്കൂ. ആക്ച്വലി ഇതിലേക്ക് ചാട്ട് മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. ചാട്ട് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സാലഡ് സോൾട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സത്യം പറഞ്ഞൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാലഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നോർമൽ സാലഡ് ടേസ്റ്റ് നല്ല രസമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു റെസിപ്പി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോന് ആകെ എടുക്കുന്നത് നാല് ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് ഫസ്റ്റ് മെയിനായിട്ട് വേണ്ടത് ചിയാ സീഡ്. അത് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം വാഷും ചെയ്യണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് എനിക്ക് ഏറ്റവും റിലാക്സിങ് ആണ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു പീലിംഗ് ഓഫ് ആണ് ഭയങ്കര റിലാക്സ് ആയിട്ട് ഒരു സാറ്റിസ്ഫൈയിങ് വീഡിയോ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഫീല്. പെട്ടെന്ന് തന്നെ പീൽ ചെയ്ത് കളയാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ അതേപോലെ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റൊന്നും ഇല്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഉള്ളിലൊരു ചിയാ സീഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പം അതിന് വേണ്ടിയാണ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പ്രത്യേകിച്ച് ഇഷ്ടം. കളറിങ്ങനെ ഭയങ്കര ഹരം. പിന്നെ നമുക്ക് വേണ്ടത് ക്യുക്കമ്പറാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിലർക്ക് ക്യുക്കമ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് സാലഡിൽ ക്യുക്കമ്പർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും മാറ്റി വയ്ക്കാം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതേപോലെ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് അതും കട്ട് ചെയ്തിട്ട് സെയിം ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം വാഷ് ചെയ്തിട്ട്. ഇതിന് ബെസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ, അരിപ്പ, അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതും പലർക്കും ഇഷ്ടമല്ല, ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. പിന്നെ പൊമിഗ്രാനൈറ്റ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പൊമിഗ്രാനൈറ്റ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്വീറ്റ് ടേസ്റ്റും ഇടയ്ക്ക് കിട്ടും. നമ്മൾ ഉപ്പ് അല്ലെങ്കിൽ ചാട്ട് മസാല ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ ടേസ്റ്റും കൂടി അടിപൊളിയായിരിക്കും. ഇത് സാലഡ് സോൾട്ടാണ്. സാലഡ് സോൾട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സാലഡിൻ്റെ പരിപാടി. ഭയങ്കര ടെക്സ്ചറാണ് ഇതിന്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചും ക്രിയേറ്റിവിറ്റി അനുസരിച്ചും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും അതേപോലെ വെജീസും ആഡ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാട്ട് മസാല ആഡ് ചെയ്യുമ്പോൾ അതിൽ ആവശ്യത്തിലധികം ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്. ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു അഭിപ്രായമോ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ നമുക്ക് ട്രാവൽ ടൈമിന് യൂസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറേ സേവ് ചെയ്യാം. ബൈ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.